ചീമേനി പൊതാവൂരിലെ ദേശാഭിമാനി ക്ലബ്ബും കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി അവയവദാന രജിസ്ട്രേഷനും അവയവദാന ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ കെ രാജീവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. അവയവദാനത്തിനായി ഒന്നിച്ച് കൈകോർക്കാമെന്ന സന്ദേശമുയർത്തിയാണ് പൊതാവൂരിലെ ദേശാഭിമാനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തും കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി അവയവദാന ബോധവൽക്കരണവും അവയവദാന രജിസ്ട്രേഷനും സംഘടിപ്പിച്ചത്. ദേശാഭിമാനി ക്ലബ്ബിൽ വെച്ച് നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനവും വിഷയാവതരണവും കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ കെ രാജീവൻ നിർവഹിച്ചു. 50 വയസ്സ് വരെയുള്ള പ്രായത്തിനുള്ളിൽ ഹൃദയം കൊടുക്കാം, പക്ഷെ ഹൃദയം നല്ല ഹൃദയം ആയിരിക്കണം. ഹൃദയ വാൾവ് ഇതേപോലെ 2 മാസം പ്രായമായ കുട്ടി മുതൽ 40 വയസ്സ് വരെയുള്ള ആൾക്ക് ഹൃദയ വാൾവ് കൈമാറ്റം ചെയ്യാൻ പറ്റും, മരിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുന്നതാണ്. കരള് 2 മാസം മുതൽ 70 വയസ്സ് വരെ കൊടുക്കാൻ പറ്റുന്നതാണ് കരള്. പക്ഷെ അതും ഞാൻ നേരത്തെ പറഞ്ഞു, കരളിനെ ആരോഗ്യത്തോടെ നിലനിർത്തിയാൽ മാത്രമേ 70 വയസ്സ് വരെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് നിർദ്ദേശിച്ചത്. ശ്വാസകോശം 6-ാം മാസം മുതൽ 6 മാസമായ കുട്ടി മുതൽ 50 വയസ്സ് വരെ ശ്വാസകോശം നമുക്ക് കൈമാറ്റം ചെയ്യാവുന്നതാണ്, കൊടുക്കാൻ പറ്റുന്ന മരിച്ചു കഴിഞ്ഞാൽ. വൃക്കകൾ 6 മാസം മുതൽ 75 വയസ്സ് വരെ 75 വയസ്സുള്ളവർക്ക് വരെ വൃക്ക കൊടുക്കാം. അവിടെ നിന്ന് അതെല്ലാവർക്കും ഒപ്പിട്ട് കൊടുക്കാം. ചടങ്ങിൽ ക്ലബ്ബ് കമ്മിറ്റി അംഗം വി നാരായണൻ അധ്യക്ഷനായി. രക്ഷാധികാരി കെ രാധാകൃഷ്ണൻ, കെ ഭാസ്കരൻ, പഞ്ചായത്ത് അംഗം കെ ശോഭന എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി ജിനു പൊതാവൂർ സ്വാഗതം പറഞ്ഞു. പരിപാടിയിലൂടെ 30 ക്ലബ്ബ് പ്രവർത്തകർ അവയവദാനത്തിനായി രജിസ്റ്റർ ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.